Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുന്നത്തെ ക്ലാസ്സിലെ പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം നിന്ന് ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിൽ നിന്ന് ഒരു ചോദ്യം എടുത്ത് ആ സ്റ്റേറ്റ്മെന്റ് ചോദ്യം പഠിച്ച് ആ ചോദ്യം അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ടോപ്പിക് തന്നെ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചോദിച്ച ചോദ്യമാണ് ചോദിക്കുന്നത്. മോഡേൺ ഇന്ത്യ എന്നൊരു ചോദ്യമാണ് നമ്മൾ എടുക്കുന്നത്. നല്ലൊരു ടോപ്പിക്കാണ്, ഒരു വളരെ രസകരമായ സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യം കൂടിയാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒന്ന്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ദി ഗിവൻ ബിലോ എന്നാണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ദി ഗിവൻ ബിലോ. താഴെ തന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ചോദ്യം മനസ്സിലായി? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഫ്രം ദി ഗിവൻ ബിലോ. താഴെ തന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായത്, ശരിയായത് എന്നല്ല, നോട്ട് കറക്റ്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ കാരിഡ് ബൈ ലോർഡ് കഴ്സൺ ഇൻ 1905 എന്നാണ്. എന്താണ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ കാരിഡ് ബൈ ലോർഡ് കഴ്സൺ ഇൻ 1905 എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആയില്ലോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് the reason of partition of Bengal was അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്നാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണപരമായ സൗകര്യത്തിലാണ് ബംഗാൾ വിഭജനം നടന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബംഗാൾ വിഭജനം നടത്തിയത് 1905 ലോർഡ് കഴ്സൺ എന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബംഗാൾ വിഭജനത്തിന്റെ കാരണം എന്താണെന്ന് ഭരണപരമായ സൗകര്യം, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയാണ് ബംഗാൾ വിഭജനം നടന്നതെന്നാണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദി റിയൽ മോട്ടീവ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടു വീക്കൻ ദി growing nationalism in India എന്നാണ്. The real motive of partition of Bengal to weaken the growing nationalism in India. ഇന്ത്യയിൽ വളർന്നു വരുന്ന ദേശീയതയെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ വീക്കാക്കുക എന്നുള്ള ഒരു കാരണമാണ് ശരിയായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കാനുള്ള പ്രധാനപ്പെട്ട അവരുടെ റിയൽ മോട്ടീവ് എന്ന് പറയുന്നത് ഈ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ ശക്തി ആർജിച്ചു വരുന്ന നമ്മുടെ ദേശീയതയെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അതിനെ തകർക്കുക അല്ലെങ്കിൽ വീക്ക് ആക്കുക എന്നതാണ് റിയൽ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെ പറഞ്ഞു? ഒന്ന്, ബംഗാൾ വിഭജനം നടത്തിയത് 1905 ലോർഡ് കഴ്സൺ ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണപരമായ സൗകര്യത്തിനാണ് ബംഗാൾ വിഭജനം നടത്തിയത്. അതിന്റെ ബംഗാൾ വിഭജനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് ബംഗാൾ വിഭജനം നടത്തിയെന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഉയർന്നു വരുന്ന ദേശീയതയെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അതിനെ വീക്കാക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റിയൽ മോട്ടീവ് പ്രേരണ എന്നും കൂടി പറയും. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ക്ലിയർ ആയി? ഓക്കെ. അതിൽ 1ഉം 3ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്. അതോടൊപ്പം ഒരു കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഒന്ന് നൺ ഓഫ് ദീസ് ആണ്. ക്ലിയർ? 1ഉം 3ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, അല്ലെങ്കിൽ എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കാം. ഒന്ന് പറഞ്ഞ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? ലോർഡ് കഴ്സൺ 1905. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ബംഗാൾ വിഭജനം നടത്തിയ ലോർഡ് കഴ്സൺ 1905. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന ലോർഡ് കഴ്സൺ തന്നെയാണ് ബംഗാൾ വിഭജനം നടത്തിയത് 1905 ആണ്. ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. എന്താ പറയുന്നത്? റീസൺ ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് തെറ്റാണെന്ന് തോന്നും. ഓർത്തുക, ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാരണം ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് ഈ ബംഗാൾ ഈസ് എ ലാർജസ്റ്റ് പ്രസൻസി. ബംഗാൾ ഈസ് എ വെരി 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 ലാർജസ്റ്റ് പ്രസൻസി. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ബംഗാൾ വളരെ വലിയൊരു പ്രസൻസി ആണ്, അതുകൊണ്ട് ഇത് ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്, ബംഗാളെ വിഭജിക്കുന്നു. ഫോർ ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ നമ്മൾ വിഭജിക്കേണ്ടി വേണം ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ബംഗാൾ വിഭജനം നടത്തുന്നത് എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞ കാര്യം. അപ്പൊ ബ്രിട്ടീഷുകാർ പറഞ്ഞ കാര്യമാണ് അവർ റിയലി അതിന്റെ ടെക്നിക്കൽ വശം അവർ പറഞ്ഞവർ വന്ന് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബംഗാൾ വിഭജനം നടത്തുന്നതാണ് അവർ പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതും ശരിയാണ്. അപ്പൊ ശരിയാണ്. അവിടെ വശം നോക്കിയാൽ അവർ ടെക്നിക്കലി അതിന്റെ റീസൺ പറയുന്നത് ബംഗാൾ വിഭജനം നടത്തിയ എന്തിനാണ്? ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് എന്നാണ് അവർ പറഞ്ഞത്. ടെക്നിക്കലി ശരിയാണ്, ടെക്നിക്കലും ലീഗലിയും അത് ശരിയാണ്. സോ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. മൂന്നാമത്തെ വന്ന് റിയൽ മോട്ടീവ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ടു വീക്കൻ ദി ഗ്രോവിംഗ് നാഷണലിസം ഇൻ ഇന്ത്യ. ഷോർട്ട്ലി നാഷണലിസം, ഇന്ത്യയിലെ നാഷണലിസ്റ്റ് ദേശീയതയെ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ദേശീയതയെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അതിനെ വീക്കാക്കാൻ വേണ്ടിയാണ്, വീക്കാക്കുക, ദൗർബല്യപ്പെടുത്തുക. ഇതാണ് അവരുടെ യഥാർത്ഥ പ്രേരണ എന്നുള്ളത്. ഇത് ശരിയാണോ തെറ്റാണോ? ഈ ഒരു ആൻസറും ശരിയാണ്. യഥാർത്ഥത്തില്
ഇന്ത്യക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അവർ പുറത്തു പറഞ്ഞതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മുടെ ബംഗാളായിരുന്നു ഏറ്റവും ശക്തമായ ഒരു ദേശീയത ഉയർന്നു വന്ന ഒരു ഇന്ത്യൻ ദേശീയതയുടെയും ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ ഒക്കെ ഒരു വിളനിലം എന്നറിയപ്പെടുന്ന ബർത്ത് പ്ലേസ് എന്നൊരു സ്റ്റേറ്റ് ആയിരുന്നത് ബംഗാൾ. അപ്പൊ അതുകൊണ്ട് അവിടെ ഉയർന്നു വരുന്ന ഈ ദേശീയത അടിച്ചമർത്തുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം. പക്ഷെ അതിനൊരു മുഖംമൂടിയായിരുന്നു അവരുടേത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പൊ ഇതിലെ ആൻസർ വരുമ്പോഴായിരിക്കും നൺ ഓഫ് ദീസ്. നമ്മുടെ ശരി ഏതാണെന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? നോട്ട് കറക്റ്റ് എന്ന് വെച്ചാൽ തെറ്റായത് ഏതാണെന്നാ പറഞ്ഞത് കിട്ടുക. അപ്പൊ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ആൻസർ വരുമ്പോൾ നൺ ഓഫ് ദീസ് എന്ന് നമുക്ക് വേണം എഴുതാൻ. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ രീതി. ഇനി നമുക്ക് ഈ ടോപ്പിക്ക് നോക്കാം, ബംഗാൾ വിഷയം നോക്കാം. 1905 കാലഘട്ടമാണ്. 1905 കാലഘട്ടം നമ്മൾ ഇന്ത്യൻ ദേശീയതയും മിതവാദി കാലഘട്ടത്തിലെ അവസാന കാലഘട്ടമാണ്. മിതവാദി കാലഘട്ടം ദൗർബല്യപ്പെടും. ആ മിതവാദി കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദി കാലഘട്ടത്തിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ അവസാന കാലഘട്ടം എക്സ്ട്രീമിറ്റ് തീവ്രവാദി കാലഘട്ടം, റവല്യൂഷണറി ചിന്തകളൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ദാറ്റ് മീൻസ് 1905 കാലഘട്ടം റഷ്യൻ വിപ്ലവത്തിന്റെ ആരംഭം, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക, ലോകത്തെല്ലാവരും വായിക്കാൻ തുടങ്ങി, ഇന്ത്യയിലും എല്ലാവരും വായിക്കാൻ തുടങ്ങി, സോഷ്യലിസ്റ്റ് ആശയങ്ങളും അതെല്ലാം വളരെ തീവ്രമായി വന്നിട്ടൊരു കാലഘട്ടം. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും ഒരു റവല്യൂഷണറി റവല്യൂഷണറി വിങ്ങും അല്ലെങ്കിൽ വിപ്ലവ ചിന്തകളും യൂത്തുകളും എഡ്യൂക്കേറ്റഡ് യൂത്തുകളൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമായിട്ട് മാറി. ആ സമയത്താണ് 1905 ജൂലൈ 20 ബ്രിട്ടീഷ് ഗവൺമെന്റ് ബംഗാൾ പാർട്ടീഷൻ പ്രഖ്യാപിക്കുന്നത്. 1905 ജൂലൈ 20 ബംഗാൾ പാർട്ടീഷൻ പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിക്കുന്നത് ജൂലൈ 20 അത് 1905 ഒക്ടോബർ 16 പാർട്ടീഷൻ ഓഫ് ബംഗാൾ കെയിം ടു ഫോഴ്സ്. ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നിലവിൽ വരുന്നു. അപ്പൊ ഈ ബംഗാൾ വിഭജനം നടത്തിയത് പ്രഖ്യാപിച്ച ആള് ലോർഡ് കഴ്സൺ ആണെന്ന് ഓർമ്മിക്കുക. 1905 ജൂലൈ 20 പ്രഖ്യാപിച്ചു. പക്ഷെ അത് കെയിം ടു ഫോഴ്സ് പ്രാബല്യത്തിൽ വരുന്നത് 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നു. പക്ഷെ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലോർഡ് കഴ്സൺ ആയിരുന്നില്ല. ആരായിരുന്നു? ലോർഡ് മിന്റോ സെക്കൻഡ് ആണെന്ന് നോക്കിയാൽ. അപ്പൊ ആ ബംഗാൾ വിഭജനം നടത്തിയത് ആരാണെന്ന് സംശയം ഒന്നും ഉണ്ടാ. ബംഗാൾ വിഭജനം നടത്തിയത് ആരാച്ചാൽ അത് ലോർഡ് കഴ്സൺ തന്നെയാണ്. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അന്നത്തെ വൈസ്രോയി ലോർഡ് മിന്റോ ആണെന്നുള്ള കാര്യം കൂടി മറക്കാതെ പഠിച്ചു നോക്കി. ക്ലിയർ ആയില്ല? ഇനി അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അന്ന് ഈ ബംഗാൾ വിഭജനം നടത്തുമ്പോൾ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആലോചിച്ച് ഓർമ്മിക്കുക, ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 വാരണാസി സെഷനിൽ അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ INC പ്രസിഡന്റ് ചോദിച്ചാലാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയാണെന്ന് ഓർത്തു വെക്കുക. ക്ലിയർ? ഇനി ബംഗാളിന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനമൊക്കെ എടുത്ത് നോക്കും. നമ്മൾ ബ്രഹ്മസമാജ് പോലുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ അടുത്ത കാലം വരെ ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഏറ്റവും കൂടുതൽ കടന്നു വന്നിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാൾ. നമ്മുടെ കേരളത്തിലെ കണ്ണൂർ പോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ നേതാക്കന്മാർ വന്നിരുന്ന സംസ്ഥാനമായിരുന്നു ബംഗാൾ. അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ദേശീയതയിലേക്ക് ഒരു വിളനിലം എന്ന് പറയുന്ന ഫെർട്ടൈൽ ലാൻഡ് എന്ന് പറയുന്നതായിരുന്നു ബംഗാൾ. അപ്പൊ ബംഗാൾ ദേശീയത വളരെ ശക്തമായി വന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കാണാം. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ വെല്ലുവിളിയായിരുന്നത് ബംഗാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ബംഗാളിനെ വിഭജിക്കുക. എങ്ങനെ വിഭജിക്കുക? വെറുതെ വിഭജിക്കുകയല്ല, ഹിന്ദുക്കളെയും മുസ്ലിം തമ്മിലടിപ്പിച്ച് ഭരിക്കുക. നമ്മൾ പറഞ്ഞ ഡിവൈഡ് റൂൾ എന്ന് വെച്ചാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക. രണ്ടു കൂട്ടരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. അതിന് പിന്നെ ആക്ടുകൾ വരുന്നുണ്ട്, ആക്ച്വലും ഇതുപോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നയമൊക്കെ. പക്ഷെ ഒരു പ്രാക്ടിക്കൽ എന്ന വശത്തിൽ അവർ ആദ്യമായിട്ട് കൊണ്ടുവന്ന സംഭവമാണത് ഈ ബംഗാൾ വിഭജനം. അങ്ങനെ 1905 ബംഗാൾ വിഭജിക്കുന്നു. എങ്ങനെയാണ് ബംഗാൾ? ഒന്ന് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ അതില് വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും. അതിൽ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗം, നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ ഭാഗമായ ബംഗാൾ ഉണ്ട്, ബീഹാർ ഉണ്ട്, ഒഡീഷ. ബംഗാള്, ബീഹാർ, ഒഡീഷ ഇത് ഹിന്ദു ഡോമിനൻസ് ഏരിയയാണ്. ഇത് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ഏരിയയാണത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ ബംഗാള്, ബീഹാർ, ഒഡീഷ ഇത് വെസ്റ്റ് ബംഗാളായിട്ടും. അതേസമയം ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബംഗാളിന്റെ ചിറ്റഗോങ് എന്നൊരു ഏരിയ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്ന് ധാക്ക എന്ന് പറയുന്ന നമ്മുടെ ധാക്ക ക്യാപിറ്റൽ ആയിട്ടുള്ള ബംഗ്ലാദേശ്, അതുകൂടാതെ ആസാം ഇത്രയും ഏരിയ ഏതായിട്ട് മാറി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈസ്റ്റ് ബംഗാളായിട്ടും രണ്ടായിട്ട് തിരിച്ചു. ഇങ്ങനെ രണ്ട് ബംഗാളാക്കി മാറ്റുന്നു. ഒന്നേതാണ് ഇന്നത്തെ നമ്മുടെ ബംഗാള്, ബീഹാർ, ഒഡീഷ ഇത് മൂന്നും കൂടി ചേർന്ന് ഹിന്ദു ഡോമിനൻസ്, ഹിന്ദു ആധിപത്യമുള്ള വെസ്റ്റ് ബംഗാളായിട്ടും അതേസമയം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിട്ടുള്ളത് ഇന്നത്തെ ബംഗ്ലാദേശും അതോടൊപ്പം വെസ്റ്റ് ബംഗാളിന്റെ ചിറ്റഗോങ് അതുകൂടാതെ ആസാം ഇത്ര ഏരിയ മുസ്ലിം ഡോമിനൻസ് ആണ്. ഇങ്ങനെ രണ്ട് ബംഗാളാക്കിയ ഒരു ബസ് രണ്ട് രീതിയിൽ അവരുടെ ഭരണം നടന്നു. എന്ന് വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിം തമ്മിൽ അടുപ്പിച്ച് രണ്ട് രീതിയിൽ അവർ ഭരണം നടത്തുക. ഇതാണ് ബംഗാൾ പാർട്ടീഷൻ കൊണ്ട് അവർ ചെയ്തിരുന്ന ഒരു സിസ്റ്റം. അവരുടെ രീതി ഇതായിരുന്നു. ഓർമ്മിക്കാം. അങ്ങനെ ഈ ബംഗാൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ
നിലവിൽ വന്നപ്പോൾ തന്നെ അതിന് ശക്തമായിട്ട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യകാലങ്ങളിൽ മിതവാദി കോൺഗ്രസ്സുകാരായിരുന്നു ഈ കാലഘട്ടമെങ്കിൽ പോലും അതിനുള്ളിൽ തന്നെ തീവ്രവാദി കാലഘട്ടത്തിൽ തീവ്രവാദി നേതാക്കന്മാർ വരാൻ തുടങ്ങി. പ്രധാനപ്പെട്ടും നമുക്ക് ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ് തുടങ്ങിയ ആളുകളൊക്കെ അന്നതിലുണ്ട്. ആ തീവ്രവാദി ഗ്രൂപ്പുകൾ അതിലുണ്ട്. പക്ഷെ അവരാരും ലീഡേഴ്സ് ആയിരുന്നില്ല അവരെല്ലാം മിതവാദി കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ റവല്യൂഷൻ വിഭാഗം ശക്തി ആർജിക്കുകയും ഈ ദേശപ്രസ്ഥാനം ശക്തമായി വരികയാണ്. അന്ന് ഈ ബംഗാൾ വിഭജനം തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സുരേന്ദ്ര ബാനർജിയൊക്കെ പറഞ്ഞത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ തകർക്കാനുള്ള ഒരു ബോംബ് വർഷമാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ തകർക്കാനുള്ള ഒരു ബോംബ് വർഷമാണ് ബംഗാൾ വിഭജനം എന്നാണ് അതിന് സുരേന്ദ്ര ബാനർജിയൊക്കെ പറഞ്ഞത്. രവീന്ദ്രനാഥ് ടാഗോറൊക്കെ ഇത് ശക്തമായിട്ട് എതിർക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ വന്ദേ മാതരം എന്ന സംഭവം. വന്ദേ മാതരം എന്ന ഗാനം ഇന്ത്യയിൽ വളരെ പ്രശസ്തമാകുന്ന ഈ ഒരു കാലഘട്ടത്താണ്. അത് ഒരു തരത്തിൽ പറഞ്ഞ നമ്മുടെ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ സമയത്തും അതുകൊണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെയൊക്കെ ഒരു മുദ്രാവാക്യം കൂടിയായിരുന്നു അതിന്. വന്ദേ മാതരം എന്ന ഗാനം ഒരു മുദ്രാവാക്യമായിരുന്നു കൂടി ഓർത്തിക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ രക്ഷാബന്ധൻ മഹോത്സവം അത് അങ്ങേയറ്റം വരുന്നത് എന്ന് വെച്ചാൽ October 16. ഈ ബംഗാൾ നിലവിൽ അന്ന് October 16 രവീന്ദ്രനാഥ് ടാഗോർ എന്തായിട്ട് രക്ഷാബന്ധം ദിനമായിട്ട് തെരഞ്ഞെടുക്കുന്നത് October 16 നോക്കിയ രവീന്ദ്രനാഥ് ടാഗോറാണ് October 16 രക്ഷാബന്ധൻ മഹോത്സവമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നു. അത് പ്രാവർത്തികമാക്കും. അത് ബംഗാൾ മുഴുവൻ, ഇന്ത്യ മുഴുവൻ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. രക്ഷാബന്ധം നമുക്കറിയാലോ, രാഖി കിട്ടുക എന്നൊക്കെ പറയും. അപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളെ തിരിച്ച് ഹിന്ദുക്കളുടെയും കൈകളിൽ ഈ പരസ്പരം രക്ഷാബന്ധനം കെട്ടി പരസ്പര സാഹോദര്യം ഉറപ്പിക്കുക. അപ്പൊ അന്നൊരു മതപരമായിട്ടുള്ള സിമ്പൽ ആയിരുന്നില്ല. അത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്ത് ഈ രണ്ട് മതവിഭാഗങ്ങൾ ഒന്നിച്ചു നിർത്താനുള്ള രണ്ട് മതവിഭാഗങ്ങൾ ഒന്നിച്ചു നിർത്താനുള്ള ഒരു വഴി കൂടിയായിരുന്നു, മീഡിയം കൂടിയായിരുന്നു ഈ രക്ഷാബന്ധ മഹോത്സവം. അപ്പൊ അത് പരസ്പരം ഹിന്ദുക്കളും മുസ്ലിം പരസ്പരം കെട്ടിക്കൊടുക്കുകയും ഒരു മുസ്ലിം ഒരു ഹിന്ദുവിന്റെ കയ്യിൽ കെട്ടിക്കുക, ഹിന്ദു മുസ്ലിങ്ങളുടെ കയ്യിൽ കെട്ടുക, ആ പരസ്പര സഹോദര ബന്ധം നിലനിർത്താനുള്ള ഒരു സംഭവം. അങ്ങനെ October 16 രവീന്ദ്ര ടാഗോർ എന്തായിട്ട് രക്ഷാബന്ധൻ മഹോത്സവമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ശക്തമായ പ്രതിഷേധങ്ങളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുകയും. ഇതാണ് നമ്മുടെ ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനവും ഉണ്ടാകുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് സ്വദേശി പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം ഈ 1905 1905 August 7 അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 1905 August 7 നിലവിൽ വരുന്നുണ്ട്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് October 16 വരുന്നു. അപ്പൊ അതിന് മുന്നേ August 7 തന്നെ നമ്മൾ സ്വദേശി പ്രസ്ഥാനം ഒഫീഷ്യലായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്നത്? നമ്മുടെ സ്വന്തം വസ്തുക്കൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ ഇന്ത്യയുടെ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അതിനർത്ഥം മറ്റു വസ്തുക്കൾ നമ്മൾ ഉപേക്ഷിക്കുക, ഫോറിൻ ഗുഡ്സ് ഉപേക്ഷിക്കുന്ന അർത്ഥം. അപ്പൊ ആ സ്വദേശി പ്രസ്ഥാനം. ഇതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ കൃഷ്ണകുമാർ മിത്ര അല്ലെങ്കിൽ ഷോർട്ട്ലി KK മിത്ര അല്ലെങ്കിൽ കൃഷ്ണകുമാർ മിത്ര ആദ്യമായിട്ടാണ് ഈ ബോയ്ക്കോട്ടിംഗ് പ്രസ്ഥാനം, ബോയ്ക്കോട്ട് എന്ന ആശയം അദ്ദേഹം കൊണ്ടുവച്ചാൽ ബഹിഷ്കരണ പ്രസ്ഥാനം. ബോയ്ക്കോട്ടിംഗ് എന്ന് വെച്ചാൽ ബഹിഷ്കരണ പ്രസ്ഥാനം വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ ബഹിഷ്കരിക്കുക, അതോടൊപ്പം ഇന്ത്യക്കാരുടെ സാധനങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക, അതിന് കൂടുതൽ പ്രാധാന്യം. ഇതാണ് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനം എന്നുള്ളത്. സ്വദേശി ബോയ്ക്കോട്ടിംഗ് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഗാന്ധി വന്നപ്പോൾ അതിന് ഒരുപാട് തലങ്ങൾ കൂടുതൽ വന്നു വെച്ചാൽ അത് ഒന്നുകൂടി വളരെ വളരെ വിശാലമായ രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നു. ഇതിന്റെ അർത്ഥം രണ്ട് തരത്തിലാണ്. ഒന്ന്, ഫിനാൻസുമായി ബന്ധപ്പെട്ടൊരു എയിം കൂടി ഇതിനുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന്, സ്വദേശി പ്രസ്ഥാനം ബഹിഷ്കരണ പ്രസ്ഥാനം വരുമ്പോൾ ഈ ബഹിഷ്കരണ പ്രസ്ഥാനം വിദേശ വസ്തുക്കളെല്ലാം വെച്ച്, പ്രത്യേകിച്ച് ലിവർപൂൾ, മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ്, ലിവർപൂളിന്റെ സാൾട്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫോറിൻ ഗുഡ്സുകളെല്ലാം നമ്മൾ പരിപൂർണമായിട്ട് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു സംഭവം അവരുടെ ടെക്സ്റ്റൈൽസ് ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉള്ള കാലഘട്ടം, അവിടെ മെഷീനറി അത് മെഷീൻ മേഡാക്കി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ അതിന്റെ 10 ഇരട്ടിക്ക് വിലയ്ക്ക് വരുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായിരുന്നു ഒന്ന് അതായിരുന്നു ഈ ടെക്സ്റ്റൈൽസ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ അവരുടെ ടെക്സ്റ്റൈൽസ് പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. സാൾട്ട്, ലിവർപൂൾ എന്ന് പറയുന്ന സാൾട്ട്, മറ്റെല്ലാ ഫോറിൻ ഗുഡ്സും നമ്മൾ ഉപേക്ഷിക്കുക. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സാമ്പത്തിക അടിത്തറ തകർക്കുക. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക അടിത്തറ തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതുണ്ടായിരുന്നു? ബഹിഷ്കരണ പ്രസ്ഥാനത്തിനാണ്. അതോടൊപ്പം തന്നെ സ്വദേശി പ്രസ്ഥാനത്തിനുള്ള പ്രാധാന്യം കൊടുക്കുക. എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്നൊരു പദ്ധതി, ഇന്നത്തെ നമ്മുടെ മോഡേൺ കാലഘട്ടത്ത് അത് നമ്മുടെ നരേന്ദ്രമോദി കൊടുക്കുന്ന മേക്ക് ഇൻ പദ്ധതി തന്നെ കിട്ടിയ എന്ന് വെച്ചാൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്ടാവുക? ഇന്ത്യൻ ഗുഡ്സുകൾ ധാരാളമായിട്ടുണ്ടാകും, ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ കൂടുതലുണ്ടാകുന്നു, ഇന്ത്യൻ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തുക, ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാകുക, ഇന്ത്യൻ ഗുഡ്സുകൾക്ക് പ്രാധാന്യം. ഇതാണ് നമ്മളേത് സ്വദേശി പ്രസ്ഥാനം. അപ്പൊ ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് വന്നിരുന്നു കൂടി ഓർമ്മിക്കുക. അപ്പൊ ഇതോടൊപ്പം തന്നെ ധാരാളം ലീഡേഴ്സ് വരും. പ്രധാനമായിട്ടും നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോറിന്റെ വളരെ പ്രശസ്തനായ ഒരു വക്താവ് രവീന്ദ്രനാഥ് ടാഗോറിന് PC റോയ് ഉണ്ട്, അരവിന്ദ് ഘോഷ് ഉണ്ട്. ഇവരെല്ലാം ഈ കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഇനി സ്വദേശി
പ്രസ്ഥാനം, അതോടെ ബഹിഷ്കരണ പ്രസ്ഥാനം, ഇതിന്റെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രധാനപ്പെട്ട പത്രങ്ങൾ വരുന്നു. പ്രധാനമായിട്ട് യുഗാന്തർ എന്ന് പറഞ്ഞ പത്രമുണ്ട്, അതോടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പത്രമുണ്ട്, അമൃത് ബസാർ പത്രിക, വന്ദേ മാതരം, ഇതെല്ലാം പ്രധാനപ്പെട്ട പത്രങ്ങൾ. അതായത് യുഗാന്തർ, വന്ദേ മാതരം, സ്റ്റേറ്റ്മെന്റ്, അതോടെ അമൃത് ബസാർ പത്രിക, ഇങ്ങനെയുള്ള പത്രങ്ങളെല്ലാം ഈ സ്വദേശി പ്രസ്ഥാനത്തിന്, ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പത്രങ്ങളാണെന്ന് നോക്കുക. ഇത് മാത്രമല്ല, നമ്മുടെ കലാരംഗങ്ങൾ പല മാധ്യമങ്ങൾ പോലും, മീഡിയകൾ പോലും നമ്മൾ പ്രത്യേകിച്ച് നാടൻ കല, അതോടൊപ്പം നാടകം, എന്താ പറയുക, ജാത്ര. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജാത്ര എന്ന് പറയുന്ന ഒരു ബംഗാളി നാടക നൃത്തരൂപമാണ്. ജാത്ര നാടക നൃത്തരൂപമാണ് ഈ ബംഗാളിന്റെ ജാത്ര. ആ ജാത്ര നാടക നൃത്തരൂപം പോലും നമ്മൾ സ്വദേശി പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേരളത്തിൽ പണ്ട് കാലത്ത് KPS നല്ല നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാം. പാഠമാക്കി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയ നാടകങ്ങള് അതെല്ലാം ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ഉപയോഗിച്ച നാടകങ്ങൾ. ഇതേപോലെ തന്നെ ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെയും ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെയും ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി അവര് ഇതുപോലുള്ള ജാത്ര പോലുള്ള നാടക കലാരൂപങ്ങൾ പോലും ഉപയോഗിച്ചിരുന്നു ഓർത്തിരിക്കുക. അപ്പൊ ഈ സ്വദേശി പ്രസ്ഥാനം വന്നതിന്റെ ഫലമായിട്ട് തന്നെ, സ്വദേശി പ്രസ്ഥാനം അത്രയും ശക്തമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് സ്വദേശി സംഘടനകളും സ്വദേശി വ്യവസായങ്ങൾ ധാരാളം ഉണ്ടായി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചെന്നൈയിൽ നമ്മുടെ വി എൻ ചിദംബരം പിള്ളയുടെ സ്വദേശി സ്റ്റീൽ നാവിഗേഷൻ കമ്പനി വരുന്നുണ്ട്, അതോടൊപ്പം സ്വദേശി മണ്ഡലി എന്ന സംഘടനകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകളെല്ലാം ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബഹിഷ്കരണ പ്രസ്ഥാനം, സ്വദേശി പ്രസ്ഥാനം, ബംഗാൾ വിഭജനമൊക്കെ നടക്കുന്നത്. ദെൻ ഫൈനലി ശക്തമായ നമ്മുടെ സമരത്തിന്റെ ബാക്കി പത്രമായി പിന്നീട് 1911 എന്തുണ്ടായി, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്ന് വെച്ചാൽ 1911 ആര് വരുന്നത്, ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് വന്നിട്ട് നമ്മുടെ ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുകയും 2 ബംഗാളിനെ വീണ്ടും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്, 2 ബംഗാളിനെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, നമ്മുടെ ലോർഡ് കഴ്സൺ നടത്തിയ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നുള്ളത് റദ്ദ് ചെയ്ത് ഈ ബംഗാളിൽ 2 ബംഗാളെ ഒന്നിപ്പിക്കുന്നു. ആരാണ്, അന്നത്തെ വൈസ്രോയ ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് ബംഗാൾ വിഭജനം അന്നൽ ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പീൽ ഓഫ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1911 ബൈ ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ് എന്ന് ഓർക്കുക. അങ്ങനെ ബംഗാൾ വിഭജനം. അന്നത്തെ INC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ BN ദർ ആണ്. അന്നത്തെ INC പ്രസിഡന്റ്, ബംഗാൾ വിഭജനം നടക്കുമ്പോൾ INC പ്രസിഡന്റ് ആരാണെന്ന് ഗോപാലകൃഷ്ണൻ ഗോഖലെ പറഞ്ഞു. അതേസമയം ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുമ്പോൾ അന്നത്തെ INC പ്രസിഡന്റ് BN ദർ ആണ്, അല്ലെങ്കിൽ ബിഷൻ നാരായൺ ദർ എന്ന് ഓർക്കുക. ആ വർഷം തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവിടെ തലസ്ഥാനം, ഇന്ത്യയിലെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ശക്തിയോടുകൂടി തന്നെ എന്തുണ്ടായി, ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയം അവിടെ അവസാനിക്കുകയും, മീൻസ് അത് പരിപൂർണമായി അവസാനിക്കില്ല, ആ ഒരു ബംഗാൾ വിഭജനം എന്ന സംഭവം അവിടെ അവസാനിക്കുകയും 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത് വീണ്ടും ഒന്നിപ്പിക്കുകയും ചെയ്തു എന്നും കൂടി ഓർമ്മിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഏതാണ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് സ്വദേശി ബോയ്ക്കോട്ടിംഗ് മൂവ്മെന്റ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചോദ്യം, ഈ 3 സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തോടെ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് സ്വദേശി ബോയ്ക്കോട്ടിംഗ് മൂവ്മെന്റ്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആ ടോപ്പിക് കഴിഞ്ഞു. അപ്പൊ ഇത്രയും ടോപ്പിക് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു ക്ലിയറൻസോ വേണമെങ്കിൽ നിങ്ങൾ 9846298093 എന്ന വാട്സാപ്പിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നല്ല ഗൈഡൻസുകളെല്ലാം നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതെല്ലാവർക്കും